ഇവിടെ ദൈവം പിന്നെ ഇവിടെ നാസ്തികർക്കും ആസ്തികർക്കും ഇടയിൽ കാലാകാലങ്ങളായി ചരിത്രത്തിൽ തന്നെ ഒരുപാട് സംവാദങ്ങൾക്കും അല്ലെങ്കിൽ നമുക്കിടയിലുള്ള പ്രധാന അഭിപ്രായ വ്യത്യാസം തന്നെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമാണ്. സ്വാഭാവികമായിട്ട് എത്തീസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തെ നിഷേധിക്കുക എന്നുള്ളതാണ് ഭാഷാപരമായിട്ട് തന്നെ അർത്ഥം. അപ്പൊ അങ്ങനെ ഒരു സംഘടന അല്ല 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 മാഷ് പറയട്ടെ, എങ്ങനെയാണ് അത് തെറ്റാവുന്നുള്ള മാഷ് ഒന്ന് പറയട്ടെ. എത്തീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ നിഷേധിക്കില്ല എന്ന് മാഷ് ഒന്ന് പറയട്ടെ. പറഞ്ഞോളൂ. നിരീശ്വരവാദം പറഞ്ഞാൽ ദൈവത്തെ നിഷേധിക്കലല്ലേ? ദൈവത്തെ നിഷേധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏത് ദൈവത്തെയാണ് നിഷേധിക്കുന്നത്? അതാദ്യം പറയൂ. ഞങ്ങളൊക്കെ നിഷേധിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ പരിചയമുള്ള ദൈവങ്ങളെ, മനുഷ്യന്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന മത ദൈവങ്ങളെയാണ് ഞങ്ങൾ നിഷേധിക്കുന്നത്. അത് നിഷേധിക്കുന്നതിന് ഞങ്ങൾക്ക് വ്യക്തവും യുക്തവുമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാഷി ഈ പറഞ്ഞ സാധനം തന്നെയാണ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ വലിയ വികാരത്തിൽ മാഷ് കയറിയിട്ട് പൂർണ്ണമായും തെറ്റാണെന്ന് വലിയ അർത്ഥത്തിൽ പറഞ്ഞു. എന്നിട്ട് മാഷ്ക്ക് അത് ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു ആർഗ്യുമെന്റെങ്കിലും ഇവിടെ മുന്നോട്ടേക്കാണ്. ഇവിടെ അല്ല, ഇവിടെ ഞങ്ങൾ ഈ ദൈവം ഇല്ലാന്ന് മാത്രമാണ് പറഞ്ഞു നടക്കുന്നത് എന്നൊക്കെ നുണ പറയുകയാണ് ചെയ്തത്. ഞങ്ങൾ ദൈവം ഇല്ല പറയുന്നത്, ദൈവം അല്ല എന്നാണ് പറയുന്നത്. ദൈവം അല്ല എന്നാണ് പറയുന്നത്, ദൈവം ഇല്ല എന്നല്ല. ഷാഹുല് സംസാരിക്കുന്നതിന്റെ ഇടയിൽ താങ്കൾ പറഞ്ഞത് ദൈവത്തെ നിഷേധിക്കലാണ് എത്തീസം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ താങ്കൾ മൈക്കെടുത്തിട്ട് പറഞ്ഞു അങ്ങനെയല്ല, പൂർണ്ണമായും തെറ്റാണ്. പിന്നെ എന്താ നിരീശ്വരവാദം? അതിനല്ല ഞാൻ തെറ്റാന്ന് പറഞ്ഞത്. തെറ്റാന്ന് പറഞ്ഞത് ഇവിടെ ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടക്കലാണ് ഇവരുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞതാണ് തെറ്റെന്ന് പറഞ്ഞത്. മാഷിക്ക് ഭാഷാപരമായിട്ട് തന്നെ കുറെ കാര്യങ്ങൾ ആദ്യം പഠിച്ചെടുക്കണ്ട. ഇത്ര നാളും എത്തീസ്റ്റുകളുടെ ഒരു ഭാഗത്ത് നിന്ന് നാസ്തിക സംഘടനകളിലെല്ലാം വലിയ സംസാരിച്ച ഒരാൾക്ക് എന്താണ് നാസ്തികത എന്ന പോലും അറിയില്ല എന്നുള്ളത് ശരിക്കും പിന്നെ എല്ലാവർക്കും ഓർത്തോർത്ത് ചിരിക്കാവുന്ന ഒരു കോമഡി ഒരു വൈക്കോലുണ്ടയാണ്. അല്ല മാഷെ ഒരു മിനിറ്റ് ഷാവുൽ, ഒരു മിനിറ്റ്. മാഷ് മനസ്സിലാക്കേണ്ടത് താങ്കൾ ഒരു വലിയ പ്രായമുള്ള ഒരാളാണോ, ഞങ്ങളൊന്നും ഇല്ലെങ്കിൽ കുട്ടികളാണെന്നെങ്കിലും വെക്കാം. ആ ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പോലും കയറി ഇങ്ങനെ പറയുമ്പോൾ താങ്കൾ ഒന്നില്ലെങ്കിൽ ഒരു ഇതുണ്ടല്ലോ, പിന്നെ ഒരു പബ്ലിക് ഫിഗർ ആണല്ലോ, അത് ആളുകൾ മനസ്സിലാക്കുന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവണം. രണ്ടാമത്തത് നാസ്തികത എന്ന് പറഞ്ഞാൽ ആ പദത്തിൽ തന്നെ ഉണ്ട്. അതായത് നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഇല്ല എന്നുള്ള വാദമാണ്. ആ അടിസ്ഥാനം, അതായത് ഒന്നുമില്ലെങ്കിൽ ഒന്ന് ആലോചിച്ചൂടെ, ഈശ്വര വിശ്വാസികൾ, നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല എന്ന് വാദിക്കുന്നവർ. ആ നിരീശ്വരവാദികൾ വന്നിട്ട് പറയാണ് ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല ഞങ്ങളുടെ വാദം, ദൈവം അല്ല എന്നുള്ളതാണ് വാദം എന്ന്. അവിടെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ പോലും നിങ്ങൾക്ക് ഉറപ്പില്ല, പിന്നെ അതിന്റെ മേലെ കെട്ടിപ്പടുത്തതൊക്കെ എത്ര ബാലിശായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ദൈവം ഉണ്ടായേ തീരൂ, നെസസറി എക്സിസ്റ്റൻസ് ആണ് ദൈവം എന്നുള്ളതിന് കൃത്യമായ ഒരു ആർഗ്യുമെന്റ് ഞങ്ങൾ മുന്നോട്ട് വെച്ചു. എന്നിട്ട് നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ കേരളത്തിൽ പറഞ്ഞു നടക്കുന്ന ആള് വന്നിട്ട് പറയാണ് ദൈവം ഇല്ല എന്ന് പറയലല്ല ഞങ്ങളുടെ അടിസ്ഥാനം, ദൈവം അല്ല എന്ന് പറയലാണ്, അതായത് അള്ളാഹു അല്ല എന്ന് പറയൽ മാത്രമാണ് വിഷയം എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു നാസ്തികത എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആശയത്തിന് ഒരു നാളെ മുതൽ തല ഉയർത്തി നടക്കേണ്ടതല്ലേ ആ ഒരു നിരീശ്വരവാദികളായ ആളുകൾക്ക്? അവരെ ഓർത്തിട്ടെങ്കിലും മാഷ് ഇതിനൊന്ന് കൗണ്ടർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് കഴിയുമെങ്കിൽ ചെറിയൊരു ക്ലാരിറ്റി ഇവിടെ എനിക്ക് തോന്നുന്നത്, ഞാൻ കുറെ കേട്ടിരിക്കുകയും ചെയ്തു, ജബ്ബാർ മാഷ് ഒരു എത്തീസ്റ്റ് അല്ല ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു മീസോത്തീസ്റ്റ് ആണെന്നാണ്. ദൈവമില്ല എന്നുള്ളത് മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതല്ല. അദ്ദേഹത്തിന് ദൈവത്തിന്റെ എന്തൊക്കെയോ പ്രത്യേകതകൾ അദ്ദേഹത്തിന് എവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ പ്രത്യേകതകളെ വെറുത്തത് കൊണ്ട്, ആ പ്രത്യേകതകൾ ഇഷ്ടമല്ലാത്തത് കൊണ്ട്, ആ ദൈവത്തിന്റെ വിശേഷണങ്ങളെ വെറുത്തിട്ട് ദൈവമില്ല എന്ന് പറയുന്ന ഒരു മീസോത്തീസ്റ്റ് ആണ് അദ്ദേഹം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് മീസോത്തീസ്റ്റുകളോട് അല്ല, ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന എത്തീസ്റ്റുകളോടാണ്. അവരാണ് ദൈവത്തെ യുക്തിപരമായിട്ട് നിഷേധിക്കുന്നു എന്ന് പറയുന്നവർ. അങ്ങനെ യുക്തിപരമായിട്ടാണോ അവർ നിഷേധിക്കുന്നത്? ദൈവനിഷേധം എന്ന് പറയുന്നത് യുക്തിപരമാണോ? ആ ചോദ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. നിങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് ഞാൻ ഒരു വാചകം പറഞ്ഞ് ഞാൻ പോയിക്കോളാം. ഞാൻ അവസാനിപ്പിച്ചോളാം. പോകരുത്, ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. കേരളത്തിൽ ഏറ്റവും നിരീശ്വരവാദത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയ ആള് നിരീശ്വരവാദി അല്ലാന്നും അദ്ദേഹത്തിന് ചില ഒരു മിനിറ്റ് പിന്നെ കേരളത്തിലെ നിരീശ്വരവാദികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഏറ്റവും വലിയ ആള് നിരീശ്വരവാദി അല്ലാന്നും അദ്ദേഹത്തിന് അള്ളാഹുവിനോടുള്ള വിരോധം മാത്രമാണ് ഉള്ളത് എന്നുള്ളതും അത്തരം കുറെ കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് തന്നെ മാഷി പോരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതില് ഒരു കാര്യം ഇവിടെ ഞങ്ങള് തങ്ങളോട് ഇങ്ങനെ ഇടക്കിടക്കെ പറയുന്നുണ്ട്, നെസസറി എക്സിസ്റ്റൻസ് ആണ്, ദൈവം ഉണ്ടായേ പറ്റൂ എന്നാണ് ഞങ്ങളുടെ വാദം
എന്നെല്ലാം ഞങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ ഓഡിയൻസിലുള്ള കുറെ ആൾക്കാർ ചോദിച്ചു. അതുപോലെ തന്നെ ചിലപ്പോൾ മാഷിന് പറയാനുണ്ടാവും എന്താണ് ആ ദൈവം ഉണ്ടായേ പറ്റൂ എന്നുള്ളതിന്റെ ആർഗ്യുമെന്റ് എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഒന്ന് മാഷിനടക്കം മനസ്സിലാകുന്ന രൂപത്തിൽ ലളിതമായിട്ട് ഷാഹുലിനൊന്ന് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് അങ്ങനെയാണെങ്കിൽ എന്നിട്ട് അദ്ദേഹത്തിന് അത് നിഷേധിക്കാൻ പറ്റുമോ എന്നുള്ളത് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ട് പോയിക്കോട്ടെ. നമുക്ക് മറ്റേ സുഖത്തിന്റെ ചർച്ച പിന്നീട് വെക്കാം. ഓക്കെ. പിന്നെ ആ ഒരു ആർഗ്യുമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ മാഷി ആവർത്തിച്ച് പറയുന്നത് പിന്നെ കേവലം ഒരു ഇസ്ലാം വിരോധവും അള്ളാഹു വിരോധവും മാത്രമാണ് അദ്ദേഹത്തിന് ഉള്ളതെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. അതായത് ദൈവം ഇല്ല എന്നുള്ള വാദം ഞങ്ങൾക്ക് ഒരിക്കലും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ പലപ്പോഴും അദ്ദേഹം ഇന്ററപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിനോട് 2-3 സജഷൻ ഉള്ളത്. ഒന്ന്, പിന്നെ നമ്മുടെ പിന്നെ മാഷയുടെ ഒരു സുഹൃത്തായിട്ടുള്ള രവിചന്ദ്ര സാർ പോലും പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള നാസ്തികനായ ദൈവവും, അതുപോലെ അർമീൻ നവാബി എക്സ് മുസ്ലിം കൂട്ടായ്മയുടെ ആളാണല്ലോ മാഷി, അതുപോലെ അറിയപ്പെടുന്ന എക്സ് മുസ്ലിം കൂട്ടായ്മയുടെ പിന്നെ എത്തീസ്റ്റ് റിപ്പബ്ലിക് കൂട്ടായ്മയൊക്കെ നടത്തുന്ന ആളാണ് അർമീൻ നവാബി. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വൈ ദർ ഇസ് നോ ഗോഡ് എന്ന്. വൈ ദർ ഇസ് നോ ഗോഡ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, വൈ ദർ ഇസ് നോ അള്ളാഹ് എന്നല്ല. എന്നിട്ട് അദ്ദേഹം അവിടെ ഒരു 12-ലധികം റീസൺസ് പറയുന്നുണ്ട് എന്തുകൊണ്ട് ദൈവം ഉണ്ടായിക്കൂടാ എന്ന് പറഞ്ഞിട്ട്. എന്ന് മാത്രമല്ല, നമുക്കൊക്കെ അറിയുന്ന കാര്യമല്ലേ, കേരളത്തിലെ വലിയ ശാസ്ത്ര പ്രചാരകർ എന്ന് പറഞ്ഞ ആ പേരിൽ പരിപാടി നടത്തുന്ന നാസ്തികരൊക്കെ പിന്നെ പരിണാമവാദവും അതുപോലെ തന്നെ ബിഗ് ബാങ് തിയറി ഒക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ, ഇതിന് ഇന്ന സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷനുകൾ നമുക്ക് പറയാം, അതുകൊണ്ട് ദർ ഇസ് നോ ഗോഡ്. ഇത് തന്നെയാണ് നിങ്ങൾ കേരളത്തിലുടനീളം പറഞ്ഞു നടക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ അരമണിക്കൂറെങ്കിലും കേട്ടിട്ടുള്ള ബുദ്ധിയുള്ള ആളുകൾക്കെല്ലാം മനസ്സിലാവും. ആ അടിസ്ഥാനത്തിനെയാണ് ആദ്യം തകർക്കേണ്ടത്. അതായത് ദൈവം ഇല്ല എന്നുള്ള വാദം അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്നുള്ള വാദം, അതാണ് നമ്മൾക്കിടയിലുള്ള അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസം. അത് സംബന്ധിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വിച്ച് ഗോഡ് എന്ന് പറയുന്ന ഒന്ന് വരുന്നുള്ളൂ. ആദ്യം ഒരു സാധനം ഉണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ എന്താണ്, അതെങ്ങനെയാണ് നമ്മുടെ ഫിസിക്കൽ വേൾഡുമായിട്ട് കണക്റ്റഡ് ആവുന്നത്, ഇതൊക്കെ അടുത്ത ചർച്ചയല്ലേ മാഷി പിന്നെ ഏതായാലും ഒരു സ്കൂൾ വാദ്യാരാണെന്നാണ് എന്റെ അറിവ്. സ്കൂളിൽ എങ്ങനെയാണ് നമ്മൾ നേരെ പിള്ളേരെ കൊണ്ട് 10ാം ക്ലാസ്സിൽ കൊണ്ട് ഇരുത്താണോ അല്ലെങ്കിൽ നേരെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ക്ലാസ്സിൽ കൊണ്ട് ഇരുത്താണോ ചെയ്യല്ല. ആദ്യം ചില ബേസിക്കുകൾ ഉണ്ട്, ആ ബേസിക്കുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ അതിനപ്പുറമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ ബേസിക് മനസ്സിലാക്കാനുള്ള പ്രശ്നം ഇവിടെ പരിഹരിച്ചതിന് ശേഷം അതിന്റെ അപ്പുറത്തെ സ്റ്റെപ്പ് നമ്മൾ ആരും പറയുന്നില്ല, നമ്മൾ അതിനപ്പുറത്തേക്ക് പോകില്ലാന്ന്. നമ്മൾ ചർച്ച ചെയ്യും, മാഷ് ഉണ്ടാവണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന ആർഗ്യുമെന്റ് ഇതാണ്, നമ്മൾ നിലനിൽക്കുന്ന കാര്യങ്ങളെല്ലാം 3ആയിട്ട് തരംതിരിക്കാറുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. നമ്മൾ നിലനിൽക്കുന്ന കാര്യങ്ങളെല്ലാം 3ആയിട്ടാണ് തരംതിരിക്കാറുള്ളത്. ഒന്ന് പോസിബിൾ എക്സിസ്റ്റൻസ്, 2 ഇമ്പോസിബിൾ എക്സിസ്റ്റൻസ്, 3 നെസസറി എക്സിസ്റ്റൻസ്. ഇമ്പോസിബിൾ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം നിലനിൽക്കുക തന്നെ സാധ്യമല്ല. ഉദാഹരണത്തിന് വട്ടത്തിലുള്ള ഒരു ത്രികോണം അതൊരിക്കലും നിലനിൽക്കുക സാധ്യമല്ല. അത് ലോജിക്കലി പിന്നെ മാഷ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബുദ്ധിക്ക് പരിമിതി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നിടത്ത് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ എന്ന് പറയും ഫിലോസഫിയിൽ. അതായത് ഇങ്ങനെ ഒരു സാധനം ഒരിക്കലും ഒരിടത്തും നിലനിൽക്കില്ല എന്ന് നമുക്ക് നമ്മുടെ ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ പറയാം. അതായത് ഇനി എത്ര ബാഹ്യ പ്രപഞ്ചങ്ങൾ ഉണ്ടെങ്കിലും പ്രപഞ്ചത്തിന്റെ പുറത്താണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം നിലനിൽക്കുക സാധ്യമില്ല എന്ന് പ്രപഞ്ചത്തിന്റെ പുറത്തേക്ക് നമുക്ക് നമ്മുടെ മസ്തിഷ്കം ഉപയോഗിച്ച് പറയാൻ കഴിയും. അതുകൊണ്ട് മാഷി പറഞ്ഞ പോലെ ഭൂമി എന്നാണ് അറിവ് തുടങ്ങുന്നത്, അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കരുത് എന്നൊക്കെ പറയുന്ന പോലത്തെ ബാലിശമായ കാര്യങ്ങളൊക്കെ ഫിലോസഫിയിൽ അറിവില്ലാത്തതുകൊണ്ട് വരുന്നതാണ്. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ കാര്യം പോസിബിൾ എക്സിസ്റ്റൻസ് ആണ്. പോസിബിൾ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുക സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ നമ്മൾ കാണുന്ന എല്ലാം ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുക സാധ്യമായിട്ടുള്ളതാണ്. അത് മറ്റൊരവസ്ഥയിൽ കൂടെ നിലനിൽക്കുക സാധ്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് മാഷയുടെ കയ്യിലിരിക്കുന്ന ഫോണ് ഒരുപക്ഷെ ഒരു കറുത്ത നിറത്തിലുള്ളതായിരിക്കും, പക്ഷെ അത് ചുവപ്പ് നിറത്തിലുള്ളതോ പച്ച നിറത്തിലുള്ളതോ ആവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരിക്കെ തന്നെ അത് അങ്ങനെ ഒരു നിറത്തിലായതാണ്. സോ അവിടെ അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. കാരണം എന്തുകൊണ്ട്, വൈ ഇറ്റ്സ് ഇൻ എ ലിമിറ്റഡ് ഷേപ്പ് ഓർ എ ലിമിറ്റഡ് കളർ ഓർ എ ലിമിറ്റഡ് വെയിറ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ലിമിറ്റഡ് അറേഞ്ച്മെന്റ് അതിന് ഉണ്ടായി എന്നുള്ളത് സ്വാഭാവികമായിട്ടും പിന്നെ അതിനൊരു ബാഹ്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അത് മൊബൈൽ കമ്പനി അങ്ങനെ ചൂസ് ചെയ്തു അങ്ങനെയുള്ള കാര്യം. അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പ്രശ്നങ്ങൾ, അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാളിറ്റീസ് കാണിക്കുന്ന പ്രപഞ്ചത്തിന് ഈ പറയുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും നമ്മൾ കാണുന്നുണ്ട്. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ പ്രപഞ്ചത്തിനുണ്ട്, ലിമിറ്റഡ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ഉണ്ട്, ലിമിറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ലോസ് ഉണ്ട്, ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റേണൽ അറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫിസിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളും ക്വാളിറ്റീസും പ്രപഞ്ചത്തിൽ കാണുന്നുണ്ട്. സോ പ്രപഞ്ചത്തിന് എന്തുകൊണ്ട് ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ഡയമെൻഷൻസ് വന്നു, എന്തുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ലോസ് വന്നു, ലിമിറ്റഡ് ആയിട്ടുള്ള ഈ ഒരു അറേഞ്ച്മെന്റ് വന്നു, ലിമിറ്റഡ് ആയിട്ട് എന്തുകൊണ്ട് ഈ രീതിക്ക് ഡിറ്റർമിൻഡ് ആയി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നമുണ്ട്. സ്വാഭാവികമായിട്ട് ഈ പ്രപഞ്ചത്തിന് ഈ പ്രശ്നങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പ്രപഞ്ചത്തിനെ പൂർണ്ണമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബാഹ്യമായിട്ടുള്ള കാരണമാണ്. അവിടെയാണ് നമ്മൾ മൂന്നാമതായി പറഞ്ഞ ഒന്നിന്റെ അസ്തിത്വം വരുന്നത്. അതായത് നെസസറി എക്സിസ്റ്റൻസ്, നിലനിൽക്കുക അനിവാര്യമായ ആവശ്യമായിട്ടുള്ള ഒരു അസ്തിത്വം. അതായത് സ്വന്തമായി നിലനിൽപ്പുള്ള മറ്റൊന്നിന്റെ സൃഷ്ടിപ്പിന് കാരണമായി വർത്തിച്ച മറ്റുള്ളതിന്റെ എല്ലാത്തിന്റെയും നിലനിൽപ്പിന് അടിസ്ഥാന ഹേതുവായി വർത്തിച്ച ഒരു പ്രാഥമിക അസ്തിത്വം ഉണ്ടായിരിക്കണം. അപ്പൊ മാഷ്ക്ക് പറയാം എന്നാ പിന്നെ അതിങ്ങനെ പിന്നെ അനാദിയായിട്ട് നിന്നൂടെ പ്രപഞ്ചം എന്നൊക്കെ പറയാം. കാരണം അങ്ങനെ ഒരു ആക്ച്വൽ ഇൻഫിനിറ്റ് പോസിബിൾ അല്ല എന്നുള്ളതാണ് നമ്മൾ ലോജിക്കലി എത്താവുന്ന മറ്റൊരു കൺക്ലൂഷൻ. അതിന് വേറെ കുറെ ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഉദാഹരണത്തിന് സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഒരു
ഫ്ലവർ ഷോപ്പിന്റെ എക്സാമ്പിൾ. അതായത് ഒരു ഫ്ലവർ ഷോപ്പ് ഉണ്ട്, അതിന് മുമ്പിൽ കുറെ ഫ്ലവേഴ്സ് ഉണ്ട്. ആ ഫ്ലവേഴ്സ് ഇൻഫിനിറ്റ് ആയി അനന്തമായിട്ട് എണ്ണമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് എണ്ണിക്കഴിയില്ല. കാരണം ഓരോ എണ്ണത്തിന് ശേഷം അടുത്ത ഒരെണ്ണം ഉണ്ടാവും ഇൻഫിനിറ്റി അനുസരിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലവേഴ്സ് എല്ലാം എണ്ണിക്കഴിഞ്ഞ ശേഷം ഫ്ലവർ ഷോപ്പ് തുറക്കുക എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഒരിക്കലും തന്നെ ഉണ്ടാവില്ല, ഇൻഫിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന്റെ പിറകിൽ അനന്തമായിട്ടുള്ള കാര്യകാരണ ബന്ധങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ താണ്ടിയിട്ട് ഒരിക്കലും ഒരു പ്രപഞ്ചം ഉണ്ടാവില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായി സ്വയം നിലനിൽപ്പുള്ള എന്നും നിലനിന്ന പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്കും അതിന്റെ സൃഷ്ടിപ്പിനും എല്ലാം കാരണമായിട്ടുള്ള ഒരു അടിസ്ഥാന അസ്തിത്വം നിലനിന്നിരിക്കേണ്ടത് ഒരു അനിവാര്യതയാണ്, നെസസിറ്റിയാണ്. അതായത് എവിടെയൊക്കെ ഒരു പോസിബിൾ ആയിട്ടുള്ള വേൾഡ് നിലനിൽക്കുന്നുണ്ടോ അവിടെ ഒരു നെസസറി ആയിട്ട് ഒരു അസ്തിത്വം ഉണ്ടായിരിക്കണം. അതില്ലാതെ ഒരു പോസിബിൾ എക്സിസ്റ്റൻസ് സാധ്യമല്ല. അതായത് ഒരു ഫിസിക്കൽ വേൾഡും നെസസറി ആയി സ്വയം നിലനിൽപ്പുള്ള ബാക്കിയുള്ളതിനെ എല്ലാം സൃഷ്ടിച്ച ഒരു സൃഷ്ടാവില്ലാതെ അങ്ങനെ ഒന്നും സാധ്യമല്ല എന്നുള്ളത് ഫിലോസഫിയിലെ ഒരു ഏറ്റവും യുക്തിപരമായി നമുക്ക് എത്താവുന്ന നിലപാടാണ്. ഇതിനെതിരെ എന്തെങ്കിലും ആശങ്ക ഉണ്ട് എന്നുണ്ടെങ്കിൽ, എതിരഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്യാം. അതിനുശേഷമാണ് പിന്നെ അതിന്റെ ക്വാളിറ്റീസ് എന്താണ്, അതിന്റെ ബിഹേവിയർ എന്താണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. സോ നമ്മൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇതിന് മാഷ്ക്കുള്ള എതിരഭിപ്രായങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, കണ്ടിൻജൻസി ആർഗ്യുമെന്റ് ഷാഹുൽ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അത് പ്രകാരം നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുള്ളത് ദൈവം ഉണ്ടായേ തീരൂ, ദൈവത്തിന്റെ എക്സിസ്റ്റൻസ് നെസസറി ആണ്, അതില്ലെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചം പോലും നമുക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല എന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ജബ്ബാർ മാഷ്ക്ക് അതിനെ കൗണ്ടർ ചെയ്യാനുണ്ടെങ്കിൽ കൗണ്ടർ ചെയ്യുക. അതല്ല ജബ്ബാർ മാഷ്ക്ക് ദൈവത്തിന്റെ സിഫത്തുകളിൽ മാത്രമാണ് തർക്കം, അതല്ലാതെ എക്സിസ്റ്റൻസിൽ തർക്കം ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം സിഫത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ചർച്ച നമുക്ക് കൂടി ആലോചിച്ച് തീരുമാനിച്ച് അടുത്ത വേറൊരു ഡേറ്റിൽ വെക്കാം. മാഷ്ക്ക് ഇതിനെ കൗണ്ടർ ചെയ്യാനുണ്ടോ? കൗണ്ടർ ചെയ്യാലോ. ഓക്കെ, എന്നാൽ ഈ കണ്ടിൻജൻസി ആർഗ്യുമെന്റ് ഒന്ന് കൗണ്ടർ ചെയ്തോളൂ. നിങ്ങൾ പറയാൻ അനുവദിക്കുകയാണെങ്കിൽ കൗണ്ടർ ചെയ്യാം. ഓക്കെ, കണ്ടിൻജൻസി ആർഗ്യുമെന്റ് താങ്കൾ കൗണ്ടർ ചെയ്തോളൂ. ഞാൻ പറഞ്ഞല്ലോ ദൈവം ഇല്ല എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് മദ്രസയിൽ നിന്നാണ്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നോ ഗോഡ്. കണ്ടിൻജൻസി ആർഗ്യുമെന്റിനെ കുറിച്ചിട്ട് അതിലേക്ക് വരാം. നിങ്ങൾ ഇടക്ക് കയറല്ല, പറയട്ടെ. നോ ഗോഡ് എക്സെപ്റ്റ് അള്ളാഹ് എന്ന ഒരു മുദ്രാവാക്യത്തോടു കൂടിയാണ് എന്റെ ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനം ആരംഭിക്കുന്നത്. അതോടുകൂടി അള്ളാഹു അല്ലാത്ത എല്ലാ ദൈവങ്ങളും അവിടെ അപ്രസക്തമായി. പിന്നെ ബാക്കി നിൽക്കുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ ഞാൻ പരിചയപ്പെടുന്നത് ഖുർആനിൽ നിന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ആ വിഷയം ഞാൻ വിട്ടു. ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞതിലേക്ക് വരാം. ഇപ്പൊ നിങ്ങൾ പ്രൂവ് ചെയ്തു എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ പ്രൂവ് ചെയ്തു എന്ന് പറയുന്നതും യുക്തിപരമായി പ്രൂവ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ യുക്തി വെച്ചാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നതെല്ലാം. നിങ്ങളുടെ യുക്തി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ള കാര്യമാണ്. പ്രപഞ്ച നിയമങ്ങളെ മാത്രം മനസ്സിലാക്കാവുന്ന ഒന്നാണ്. പ്രപഞ്ച നിയമങ്ങളെയും പ്രപഞ്ചത്തെയും മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന പരിമിതമായ നമ്മുടെ യുക്തി വെച്ച് പ്രപഞ്ചത്തിന്റെയും അപ്പുറത്തുള്ള അതിന്റെ കാരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൂവ് ചെയ്തു എന്നൊക്കെ അവകാശപ്പെടുന്നത് തന്നെ യുക്തിരഹിതമാണ്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ മനുഷ്യന്റെ യുക്തി പരിമിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മനുഷ്യൻ ഈ പ്രകൃതിയിൽ ഉണ്ടായ ഒരു ജീവിയാണ്. ആ ജീവിക്ക് തന്റെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാനുള്ള ഒരു മസ്തിഷ്കമാണ് ലഭിച്ചത്. അതനുസരിച്ച് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ കൂടുതൽ അറിവിലേക്ക് പോയത്. ആ അറിവ് ഒരിക്കലും നമുക്ക് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആവരണം ചെയ്യാനോ പ്രപഞ്ചത്തിന്റെ അതിർത്തി കണ്ടെത്താനോ ആ പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ കണ്ടെത്താനോ ഒന്നും ഇപ്പൊ തൽക്കാലം നമ്മുടെ യുക്തിക്ക് കഴിവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ആ കഴിവുകൾ എനിക്കില്ലാത്തതുപോലെ തന്നെ നിങ്ങൾക്കും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കഴിവില്ലാത്ത നമുക്ക് ഇതിനപ്പുറത്തൊരാളുണ്ട് എന്ന വിവരം കിട്ടിയത് തന്നെ തെറ്റായ ഒരു സോഴ്സിൽ നിന്നാണ് എന്നാണ് ആ സോഴ്സ് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അവിടെ വെച്ചാണ് എന്റെ ദൈവനിഷേധം അല്ലെങ്കിൽ അള്ളാഹു നിഷേധം ആരംഭിക്കുന്നത്. അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾ ഇല്ല എന്ന് ആദ്യമേ ഉറപ്പിച്ചത് കൊണ്ട് വേറെ ദൈവങ്ങളുടെ കാര്യത്തിലേക്ക് കടക്കേണ്ട കാര്യമേ ഇല്ല. ഒറിജിനൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, അത് അള്ളാഹുവാണ്. ആ അള്ളാഹുവും ഇല്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നത് ഈ അള്ളാഹുവിന്റെ സിഫത്തുകളും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൂടെ ലോജിക്കലായിട്ട് പരിശോധിച്ചപ്പോൾ അതെല്ലാം വട്ടത്തിലുള്ള ത്രികോണം എന്ന് പറയുന്നത് പോലെ തന്നെ നിലനിൽക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് എന്ന് ബോധ്യം. ഞാനൊന്ന് പ്രതികരിച്ചോട്ടെ? പറഞ്ഞോളൂ. ഓക്കെ, ഒന്നാമത് ജബ്ബാർ മാഷ് നമുക്ക് ഒരുപാട് കാലം ആഘോഷിക്കാനുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞത് അദ്ദേഹം നാസ്തികനല്ല, അതായത് ദൈവം ഇല്ല എന്നല്ല, ദൈവം അല്ല എന്നാണ് വാദിക്കുന്നതെന്ന് പറഞ്ഞ് നാസ്തിക തന്നെ എടുത്ത് തോട്ടിലിറങ്ങി. ദാറ്റ്സ് ദ ഫസ്റ്റ് വൺ.
രണ്ടാമത്തെ കാര്യം അദ്ദേഹം യുക്തിനെയും എടുത്ത് തോട്ടിലെറിഞ്ഞു എന്നുള്ളതാണ്. അതായത് നാസ്തികനായ യുക്തിവാദിയായ ജബ്ബാർ മാഷി നാസ്തികതനെ എടുത്ത് തോട്ടിലെറിഞ്ഞു, യുക്തിനെടുത്ത് തോട്ടിലെറിഞ്ഞു. ദെൻ ഇനി എന്താണ് നമുക്ക് ബാക്കിയുള്ളത് എന്നുള്ളതാണ്. അപ്പോ അല്ല, ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി പിന്നെ കുറച്ച് ഇന്ററാക്ഷൻ ആവാന്ന് വിചാരിക്കുന്നത്. ജബ്ബാർ മാഷിനോട് വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, പിന്നെ ഒരു പിന്നെ സാധാരണ നമ്മുടെ ഈ മൾട്ടിവേഴ്സുകളെ കുറിച്ചൊക്കെ ഇപ്പൊ പുതിയ കുറെ തിയറീസ് ഉണ്ട്. അതായത് ഒരുപാട് പ്രപഞ്ചങ്ങൾ ഉണ്ടാവാം എന്നുള്ള ഇപ്പോ സ്ട്രിംഗ് തിയറീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. അപ്പോ മാഷെ, പിന്നെ അങ്ങനെ ഉള്ള ഒരു പ്രപഞ്ചത്തില് പിന്നെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ബാഹ്യ പ്രപഞ്ചത്തില് ഒരു വട്ടത്തിലുള്ള ഒരു ത്രികോണം നിലനിൽക്കുക സാധ്യമാണെന്ന് ജബ്ബാർ മാഷ് കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം, അറിയില്ലെങ്കിൽ അറിയില്ല എന്നും പറയാട്ടോ. വട്ടത്തിലുള്ള ത്രികോണം എന്ന സങ്കല്പം തന്നെ എന്റെ യുക്തിയുടെ പരിമിതികൾക്ക് പുറത്താണ്. അതുകൊണ്ട് അങ്ങനെ ഒന്നുണ്ടോ എന്ന ചോദ്യത്തിന് തന്നെ അഡ്രസ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. മാഷെ, ഇങ്ങനെ ഞങ്ങളെ ചിരിപ്പിക്കരുത്. വട്ടത്തിലുള്ള ഒരു ത്രികോണം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല, അത് നിലനിൽക്കാൻ സാധ്യമല്ല, അത് ഇമ്പോസിബിൾ ആണ്. അതൊരു ബേസിക് LKG പിള്ളേരോട് ചോദിച്ചപ്പോൾ ആൻസർ വരുന്ന കാര്യത്തിനൊന്നും ഇങ്ങനെ എസ്കേപ്പ് ആവല്ല. അത് ശരിക്കും നല്ലൊരു കോമഡി ആണ്. അതായത് മാഷ് പറയുന്നത് മാഷിന്റെ ബുദ്ധിയുടെ പുറത്താണ് അത് എന്നാണോ? അങ്ങനെ ഒന്നും ഉണ്ട് എന്ന് ആരാ പറഞ്ഞത്? ഞാനാണോ പറഞ്ഞത്? അല്ലല്ല, വട്ടത്തിലുള്ള ത്രികോണം സാധ്യമാണോ എന്ന് ചോദിക്കുമ്പോ എന്റെ യുക്തിയുടെ പരിമിതിക്ക് അപ്പുറത്താണെന്ന് പറയുമ്പോൾ പിന്നെ എന്താണ് ചോദിക്കേണ്ട മാഷെ? അങ്ങനെ സാധ്യമാണോ? ത്രികോണം എനിക്ക് സാധ്യമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. എന്റെ യുക്തി കൊണ്ട് ചിന്തിച്ച് കേട്ടാണ് ഞാൻ പറയുന്നത്. ഇനി എന്റെ യുക്തിക്ക് പുറത്തുള്ള കാര്യമാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നെങ്കിൽ അത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതും എനിക്ക് തിരിച്ചു ചോദിക്കാം. മാഷ്ക്ക് ആർഗ്യുമെന്റ് തന്നെ മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാഹുൽ പറഞ്ഞത് വട്ടത്തിലുള്ള ത്രികോണം സാധ്യമാണോ, വട്ടത്തിലുള്ള ത്രികോണം സാധ്യമാണോ, യെസ് ഓർ നോ എന്ന് പറയുമ്പോൾ അത് സാധ്യമല്ല എന്നുള്ളത് പിന്നെ നമ്മള് ഒരു കോമൺ സെൻസ് ഉണ്ടാവും, അങ്ങനെയല്ല ആ നിലക്കാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ വട്ടത്തിലുള്ള ത്രികോണം സാധ്യമല്ലെങ്കിൽ എന്ന് പറഞ്ഞൊരു ആർഗ്യുമെന്റ് ബിൽഡപ്പ് ചെയ്യാനാണ് ഷാഹുൽ ശ്രമിക്കുന്നത്. അപ്പൊ മാഷ്ക്ക് അത് ഇല്ല എന്ന് പറഞ്ഞു. അല്ലല്ല, ഷാഹുൽ ആ ത്രികോണം വരച്ചത് പ്രപഞ്ചത്തിന് പുറത്തു കൊണ്ടുപോയിട്ടാണ്. അല്ല, പ്രപഞ്ചത്തിന് പുറത്താണെങ്കിൽ വട്ടത്തിലുള്ള ഒരു ത്രികോണം വന്നേക്കാം, ഒരു സാധ്യത ഉണ്ട് അല്ലെ, യുക്തിക്ക് പുറത്താവുന്നത് കൊണ്ട്. ആ സാധ്യതയെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് എനിക്കില്ല. പൊന്നുമാഷെ, നിങ്ങളുമായിട്ട് സംവദിക്കാനുള്ള കഴിവ് സത്യത്തിൽ ഞങ്ങൾക്കില്ല. ഓക്കെ, അല്ല ഷാഹുല, ഇത് നമുക്ക് അങ്ങനെ മാന്യത്തിനെ പോവാ. പിന്നെ പോട്ടെ, അത് താങ്കളുടെ ആർഗ്യുമെന്റ് തുടർന്നോളൂ. വട്ടത്തിലുള്ള പിന്നെ ത്രികോണം സാധ്യമല്ല എന്നുള്ളത് ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്കത് പിന്നെ അത് അവിടെ വെച്ചിട്ട് താങ്കൾ ബാക്കി പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ പിന്നെ അവിടെ തന്നെ പോവാം. അതായത് മാഷ് കൃത്യമായിട്ടുള്ള ആൻസർ ഒന്നും പറയുന്നില്ല. അത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആയിക്കോളാം. അത് പിന്നെ നമ്മുടെ മസ്തിഷ്കത്തിന്റെ പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമല്ലോ. നമ്മൾ ജസ്റ്റ് എസ്കേപ്ഡ് ഫ്രം ദാറ്റ്. ഓക്കെ, അപ്പോ അതാണ് മാഷ് പറയുന്ന ആർഗ്യുമെന്റ്. പക്ഷെ ബുദ്ധിയുള്ള അല്ലെങ്കിൽ പിന്നെ നമ്മുടെ എന്റെ ഒരു അമ്മായിന്റെ മോണ്ട് LKG പഠിക്കുന്ന അവനോട് പോലും ചോദിച്ചു കഴിഞ്ഞാൽ വട്ടത്തിലുള്ള ഒരു ത്രികോണം സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മണ്ടത്തരാണ് പിന്നെ പറയുന്നത്. അത് ഒരിക്കലും പോസിബിൾ അല്ല. അത് ഇപ്പോ എത്ര പ്രപഞ്ചങ്ങൾക്ക് അപ്പുറത്താണ്, എത്ര പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറത്താണെങ്കിൽ അത് പോസിബിൾ അല്ല. കാരണം എന്താ, വട്ടമാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ത്രികോണം ആകാതിരിക്കണം, ത്രികോണമാണെങ്കിൽ അതൊരിക്കലും വട്ടം ആകാതിരിക്കണം. അല്ലെങ്കിൽ 3 പിന്നെ കോണുകൾ ഉള്ളതാണ് ത്രികോണം ആവുള്ളൂ, അതല്ലാത്തൊന്നും ത്രികോണം ആവില്ല. അതൊരു ബേസിക് നോളേജ് ആണ്. മാഷ് കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന മാഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പുറത്തറിഞ്ഞാൽ തന്നെ അത് വലിയൊരു പ്രശ്നമാവും. അപ്പോ ഇവിടെ നമുക്ക് എന്തിനാണ് നമ്മൾ ആശ്രയിക്കുന്നത്? നമ്മുടെ ലോജിക്കിനെയാണ്, പ്യുവർ ആയിട്ടുള്ള ലോജിക്കിനെയാണ് ആശ്രയിക്കുന്നത്. അതിനാണ് ഞാൻ പറഞ്ഞത് ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ. അതായത് അങ്ങനെ ഇന്റേണൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സാധനങ്ങൾ നിലനിൽക്കുക സാധ്യല്ല. ഈ ഒരു ലോജിക്ക്, അതായത് വട്ടത്തിലുള്ള ത്രികോണം നിലനിൽക്കുക സാധ്യത എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിമതി നെസസറി ആയി സ്വയം നിലനിൽപ്പുള്ള അനിവാര്യമായ ഒരു അസ്തിത്വം, പ്രപഞ്ചങ്ങൾക്ക് അതീതമായി പ്രപഞ്ചങ്ങൾ സൃഷ്ടിച്ച ഒരു പടച്ചോ നിലനിൽപ്പുണ്ട് എന്ന് മനസ്സിലാക്കാം. കാരണം ഒരിക്കലും പിന്നെ സ്വയം വിശദീകരിക്കാൻ കഴിയാത്ത പിന്നെ കണ്ടിൻജന്റ് ആയ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു വേൾഡ് നിലനിൽക്കില്ല. കാരണം അവയ്ക്ക് ഒരിക്കലും തന്നെ സ്വയം വിശദീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സ്വയം വിശദീകരിക്കാൻ കഴിയുന്ന അനിവാര്യമായ അസ്തിത്വമുള്ള ഒരു വിശദീകരണം പ്രപഞ്ചങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കണം. അതൊരു ബേസിക് നോളേജ് ആണ്, അതൊരു നെസസറി ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു അനിവാര്യതയാണ്. അത് വട്ടത്തിലുള്ള ഒരു ത്രികോണം നിലനിൽക്കുക സാധ്യമല്ല എന്ന് പറയുന്നത് പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിനെ മാഷ് പിന്നെ അതെന്റെ ബുദ്ധിയുടെ പുറത്താണ്, ആ യുക്തിവാദികൾക്ക് അങ്ങനെയുള്ള യുക്തി ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ യുക്തിവാദി സംഘം എന്നുള്ള ആ ഒരു കുറച്ച് ആളുകളുണ്ട്, അവരെ തന്നെ സത്യത്തിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറും. കാരണം ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യത്തിന് പോലും ആൻസർ ചെയ്യാൻ കഴിയാത്ത ആളുകളാണ് യുക്തിവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യുക്തിക്ക് എന്ത് പ്രസക്തിയുള്ളൂ മാഷേ? ഒരുപാട് നിരീശ്വരവാദികളെ നമ്മൾ വിളിച്ചു, അവർക്ക് ആർക്കും ഇത് കൗണ്ടർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ GA ജബ്ബാർ വന്നിട്ട് പിന്നെ നസറി എക്സ്റ്റൻസ് അല്ല ദൈവം എന്നൊക്കെ പ്രൂവ് ചെയ്യും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഒരുപാട് നിരീശ്വരവാദികളും ഉണ്ടാവുമല്ലോ, അവർക്കും നമുക്കൊരു പ്രതീക്ഷ കൊടുക്കണമല്ലോ. അപ്പൊ ആ നിലക്കാണ് GA ജബ്ബാർ നമ്മൾ പിന്നെ അങ്ങനെ 1 മണിക്കൂർ അടക്കം നമ്മൾ നീട്ടിയത്.
പക്ഷെ അദ്ദേഹത്തിന് അത് കൗണ്ടർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് താല്പര്യമുള്ള ബാസിൽ ഒരു ഇസ്ലാമിക കാര്യം ആഡ് ചെയ്തോട്ടെ, ഓക്കെ ഓക്കെ ബാസിൽ ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. ഞാൻ സയൂബ്. അതായത് പിന്നെ പിന്നെ ജബ്ബാർ മാഷ് ഇവിടെ പിന്നെ നമുക്ക് ബുദ്ധിയുടെ ലിമിറ്റേഷൻ ഉണ്ട്, വട്ടത്തിലുള്ള ത്രികോണം ഉണ്ടോ ഇല്ലേ എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. അതായത് ഇല്ല എന്ന് തീർത്ത് പറയുന്നില്ല, പിന്നെ ഉണ്ടാവില്ല എന്ന് തീർത്ത് പറയുന്നില്ല. അങ്ങനെ ബുദ്ധിയുടെ ലിമിറ്റേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ പക്ഷെ അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പറയുന്നത് ഖുർആനിൽ പറഞ്ഞ ദൈവം പിന്നെ അദ്ദേഹത്തിന്റെ യുക്തിയുമായിട്ട് യോജിക്കുന്നില്ല, അതുകൊണ്ട് ഇല്ല എന്ന് അവിടെ അദ്ദേഹം ആ യുക്തി ഉപയോഗിക്കുന്നുണ്ട്. അതായത് നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ യുക്തി ഉപയോഗിക്കാൻ കഴിയാതെ അതിൽ നിന്ന് വിട്ടുവന്ന അദ്ദേഹം പിന്നീട് തന്റെ യുക്തി ഇവിടെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ട് അതിന് യുക്തി ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്, ഭയങ്കരമായിട്ടുള്ള ഒരു വൈരുദ്ധ്യം ഉണ്ട്. ആ ഒരു പോയിന്റ് ചൂണ്ടിക്കാണിക്കാൻ മാത്രം വന്നതാണ്. വട്ടത്തിലുള്ള ത്രികോണം എന്ന് പറഞ്ഞോട്ടെ. അല്ല, താങ്കൾക്ക് കണ്ടിന്യൻസി ഗണിക്കാൻ പറ്റുമോ? അത് പറ്റുകയാണെങ്കിൽ മതി നമുക്ക്. വട്ടത്തിലുള്ള ത്രികോണം ഇവിടെ പറഞ്ഞതിന് ഞാനൊരു മറുപടി പറയാം. ഞാൻ ഈ ചതുരാകൃതിയിലുള്ള ത്രികോണം എന്ന തലക്കെട്ടിൽ ഞാൻ 2007 എന്റെ ബ്ലോഗിൽ ഈ വിഷയം ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ സമർത്ഥിച്ചത് വട്ടത്തിലുള്ള ത്രികോണവും ചതുരത്തിലുള്ള ത്രികോണവും സാധ്യമല്ല എങ്കിൽ നിങ്ങൾ പറയുന്ന ദൈവവും സാധ്യമല്ല എന്നാണ് അതിനകത്ത് പറഞ്ഞത്. അപ്പൊ ലോജിക്കിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ലോജിക്കലായിട്ടാണ് വട്ടത്തിൽ ത്രികോണം സാധ്യമല്ല എന്ന് പറയുന്നതെങ്കിൽ അതേ ലോജിക്ക് ഉപയോഗിച്ച് ദൈവവും സാധ്യമല്ല എന്ന് പറയാം. കാരണം പക്ഷേ ഈ ലോജിക്ക് എന്താണ് നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാവുന്നില്ല. ഇവിടെ ഇപ്പൊ 3-4 തവണയെ അവതരിപ്പിക്കുന്നു. ഇത് പരിശോധിക്കാൻ തയ്യാറാവാതെ ഇവിടെ സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ആടിനെ പിടിച്ചിട്ട് തെങ്ങ് കെട്ടിയിട്ട് തെങ്ങിനെയും തെങ്ങിൽ നിന്നുള്ള പിന്നെ ഇളനീർ കൊലകളെ കുറിച്ചൊക്കെ വിശദീകരിക്കാൻ ഒരു പരിപാടി ഉണ്ട്. ഇവിടെ നമ്മള് വട്ടത്തിലുള്ള ത്രികോണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ കൊണ്ടുവന്നത് തന്നെ കണ്ടിൻജൻസി ആർഗ്യുമെന്റ് മാഷ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മാഷ് അതിന് എസ്കേപ്പ് ചെയ്യുന്ന തന്നെ ബുദ്ധിക്ക് പരിമിതി ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അതൊന്നും പറയാൻ കഴിയില്ല എന്നുള്ള പോലെ ഒരു വാദം കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മൾ അതവിടെ പറഞ്ഞത്. അപ്പോ അത് മാഷ് അവിടെ അംഗീകരിച്ചു കഴിഞ്ഞാൽ കണ്ടിൻജൻസി ആർഗ്യുമെന്റ് അംഗീകരിച്ചു എന്നാണ് അർത്ഥം. അങ്ങനെ വട്ടത്തിലുള്ള ത്രികോണവും ചിലപ്പോഴൊക്കെ സംഭവ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷ്ക്ക് ചിലപ്പോൾ നൂരിപ്പോ ഷാഹുൽ വട്ടത്തിലുള്ള ത്രികോണം എന്ന് പറഞ്ഞ് വന്നത് എങ്ങനെയാണ് വന്നത്? ഈ പ്രപഞ്ച നിയമങ്ങൾക്കെല്ലാം അപ്പുറത്ത് അങ്ങനെ ഒന്നുണ്ടോ, സാധ്യത ഉണ്ടോ എന്നാണ് ചോദിച്ചത്. പ്രപഞ്ച നിയമങ്ങൾക്ക് അപ്പുറത്ത് നമ്മുടെ യുക്തി കൊണ്ട് ഒരു കാര്യവും നമുക്ക് ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞു. പ്രപഞ്ച നിയമം അനുസരിച്ച് വട്ടത്തിൽ ത്രികോണം അസാധ്യമാണ്. അതേ പ്രപഞ്ച നിയമത്തിന്റെ ലോജിക്ക് അനുസരിച്ച് ദൈവവും അസാധ്യമാണ് എന്ന് ഞാൻ പ്രൂവ് ചെയ്തു തരാം. ഒരു ചോദ്യം, ഒരു മിനിറ്റ് ഷാഹുലെ, താങ്കൾ പറയുന്ന ആർഗ്യുമെന്റ് എന്താണെന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞപ്പോൾ മനസ്സിലായത്. കാരണം വെച്ചാൽ വട്ടത്തിലുള്ള ത്രികോണം നമ്മൾ പറഞ്ഞത് പ്രപഞ്ചാതീത അസ്തിത്വത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അതൊന്നുമല്ല, ഒരു ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷനെ മനസ്സിലാക്കി തരാൻ, വളരെ സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാക്കി തരാൻ, അത് സാധ്യമല്ല എന്നുള്ളത് പോലെ ലോജിക്ക് വെച്ചിട്ട് നെസസറി എക്സിസ്റ്റൻസ് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് പറയാനാണ്. അത് ഇപ്പൊ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി, താങ്കൾ പെട്ടെന്ന് തന്നെ പിന്നെ അത് സാധ്യമല്ലല്ലോ എന്നുള്ളത് പറയുന്നുള്ളത്. ഓക്കെ, താങ്കൾ പറഞ്ഞില്ല, പക്ഷെ ഇവിടെ ഞങ്ങളത് പറഞ്ഞത് വേറെ ഏതെങ്കിലും തരത്തിലേക്ക് കൊണ്ടുപോകാനല്ല. മാഷ് അങ്ങനെ വളരെ നിഗൂഢമായിട്ട് ഞങ്ങൾ എന്തോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പേടിക്കൊന്നും വേണ്ട. ഞങ്ങൾ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമായിരുന്നു, വട്ടത്തിലുള്ള ത്രികോണം സാധ്യം അല്ലെങ്കിൽ അത് വെച്ചിട്ട് ലോജിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതേപോലെ നമുക്ക് തെളിയിക്കാൻ സാധിക്കും എന്നുള്ളൊരു പോയിന്റ് കൊണ്ടുവരാനായിരുന്നു. താങ്കൾ അത് അങ്ങനെ പറയാത്തതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യില്ല, പറ്റില്ല. ഓക്കെ, ഷാഹുൽ പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് ഇവിടെ മുന്നോട്ട് നിൽക്കുന്നു. ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രപഞ്ചത്തിന് പിന്നെ ഒരു നെസസറി ആയ ഒരു സൃഷ്ടാവ് ഉണ്ടായേ പറ്റുള്ളൂ, നെസസറി എക്സിസ്റ്റൻസ് ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ളത് ഞങ്ങൾ ഇവിടെ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെച്ചു. എനിക്ക് തോന്നുന്നത് മാഷ്ക്ക് അതിന് കൗണ്ടർ ചെയ്യാനുണ്ടെങ്കിൽ, നമ്മളെ കുറെ നേരമായി ചോദിക്കുന്നു ഈ ആർഗ്യുമെന്റ് ഫ്രം കണ്ടിൻജൻസി ഡിപെൻഡൻസി, അത് താങ്കൾക്ക് കൗണ്ടർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ അത് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിഫത്തുകളെ കുറിച്ചാണ് താങ്കൾ പിന്നെ പോയി അവിടുന്ന് കേട്ടു, ലായിലുള്ളത് കേട്ടു, അങ്ങനെ പറഞ്ഞ് അത് ഓക്കെ, നമുക്കത് വളരെ വിശദമായി ഞങ്ങൾ റെഡിയാന്നുള്ളവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോ താങ്കൾ റെഡിയായി മാത്രം മതി. പിന്നെ അതുകൊണ്ടാണ് പറയുന്നത് സിഫത്തുകളെ കുറിച്ചുള്ള ചർച്ച നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഇവിടെ ഈ നെസസറി എക്സിസ്റ്റൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഒരു തീരുമാനമാക്കിയിട്ട് ഒരുപാട് ആളുകൾ അത് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. താങ്കൾക്ക് അത് കൗണ്ടർ ചെയ്യാൻ പറ്റോ ഇല്ലേ എന്നുള്ളത് ഒരു തീരുമാനമാക്കിയിട്ട് നമുക്ക് താങ്കൾ അതിലേക്ക് എത്തുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ, ഇല്ലാത്തതിന്റെ ആ റീസണിങ് പറഞ്ഞാൽ മതി. എന്താണ് വ്യക്തമായ റീസണിങ് ഇല്ല എന്നുള്ളത്? എന്തില്ലാത്തതിന്റെ എന്ന് നിങ്ങൾ പറയും. ഇപ്പൊ മുന്നോട്ട് വെച്ച നെസസറി എക്സിസ്റ്റൻസ് ഇല്ല എന്ന് താങ്കളുടെ റീസണിങ്. ആരുടെ എക്സിസ്റ്റൻസ് ഉള്ളത്? ഷാഹുൽ എക്സ്പ്ലെയിൻ ചെയ്തത്
കേട്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു സാർ. അത് എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ നെസസറി എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളതിന്റെ ബാക്കപ്പ് റീസണിങ് ലോജിക്കലായിട്ട് താങ്കൾക്ക് പറയാൻ സാധിക്കുകയാണെങ്കിൽ ഇല്ല എന്നുള്ളത് നമ്മൾ സമ്മതിച്ചു തരാം. അങ്ങനെ ഒരു ബാക്കപ്പ് റീസണിങ് ലോജിക്കലായിട്ടുള്ള ലോജിക്കിന് നമ്മുടെ സാറിന്റെ യുക്തി എന്നുള്ളതല്ല ലോജിക്ക് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാറിന്റെ യുക്തി എന്നുള്ളത് കോമൺ സെൻസ് ആണ്. ലോജിക്കിന് പല നിയമങ്ങളും. കാരണം മാഷ് ചോദിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ മാഷിനെ സംബന്ധിച്ചിടത്തോളം മസ്തിഷ്കം എന്ന് പറയുന്നത് ഭൂമിക്ക് അനുകൂലമായി ഉണ്ടായി വന്നിട്ടുള്ള ഒരു സാധനമാണല്ലോ. അപ്പോ ഭൂമിയിൽ നിന്ന് ചിന്തിക്കുമ്പോ ഒരു അസ്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പേരും മേൽവിലാസവും അഡ്രസ്സും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പേരും മേൽവിലാസവും അഡ്രസ്സും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ എന്ത് എന്നൊരു ആൻസർ മാഷ്ക്ക് പറയണം. അതല്ലാതെ അങ്ങനെ ഒരു അസ്തിത്വം ഉണ്ട് എന്നുള്ള ആ സാധനം പറഞ്ഞാൽ അത് മാഷ്ക്ക് പറ്റില്ല. അത് ആര്, എവിടെ, എങ്ങനെ, പിന്നെ അങ്ങനെ തുടങ്ങിയുള്ള കുറെ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങൾ മാഷ് ബ്ലോഗിൽ ആവർത്തിച്ചിട്ടുണ്ട്. അതേ സാധനമാണ് അദ്ദേഹം ഇവിടെയും പയറ്റാൻ നോക്കുന്നത്. പക്ഷെ അത് ആരാണ്, എന്താണ്, അതിന്റെ സിഫത്തുകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം ഞങ്ങൾ ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ പിന്നെ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഞങ്ങൾക്ക് ഒരു ദിവസം തോന്നുന്നതല്ല. ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് ദൈവാസ്തിത്വമായി ബന്ധപ്പെട്ട ഒരു ചർച്ച കൊണ്ടുവന്നത്. ആ ചർച്ച കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് അത് ആദ്യത്തിൽ ഇട്ടതെന്നുണ്ടെങ്കിൽ അതൊരു ബേസിക് ആണ്. ആ ബേസിക് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതിന്റെ സിഫത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ചർച്ച ഉണ്ടാവുന്നത്. ആ അടുത്ത ചർച്ചയിൽ ചോദിക്കേണ്ട ചോദ്യമാണ് മാഷ് ഇങ്ങനെ ഇവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മാഷിയുടെ മാത്രം പ്രശ്നമല്ല. എത്തീസ്റ്റുകളായിട്ടുള്ള വലിയ ഫിലോസഫേഴ്സും അവരുടെ ഡിബേറ്റുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. അതായത് ഇങ്ങനെ ഒരു തരത്തിൽ സ്വയം നിലനിൽപ്പുള്ള സകലത്തിന്റെ സൃഷ്ടിപ്പിന് കാരണമായ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് യുക്തിപരമായ അനിവാര്യമായി സ്ഥാപിക്കപ്പെടുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ എന്നാ പിന്നെ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ട് പറയാം. അതായത് നിങ്ങൾ ഈ നമ്മൾ പറഞ്ഞ ആർഗ്യുമെന്റിനെ ഇട്ട് അംഗീകരിക്കുക, അതില്ലേനും എന്നാൽ പിന്നെ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ഉണ്ടല്ലോ വേറെ, അത് നിങ്ങളുടെയാണ് എന്നുള്ളതിനെ എങ്ങനെ തെളിയിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു പുകമറ ഉണ്ടാക്കുന്നത്. അതായത് നിങ്ങൾ ഈ ആർഗ്യുമെന്റിനെ യുക്തിപരമായിട്ട് ഗണ്ണിക്കാനും നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ പിന്നെ നിരീശ്വരവാദം മണ്ടത്തരം തന്നെയാണ് സമ്മതിക്കുമെന്ന് വെച്ചാൽ അതും ചെയ്യില്ല. ഇങ്ങനെ ഇങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഒരുതരം വില കുറഞ്ഞ പരിപാടിയാണ് മാഷ് ഇവിടെ ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അത് കഴിയില്ല. ഞങ്ങൾ ഇവിടെ പഠിച്ചുകൊണ്ടുണ്ടെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ സിഫത്തുകളായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉറപ്പായിട്ടും അടുത്ത സെക്ഷൻ അതായിരിക്കും ഇൻഷാ അല്ലാഹ്. ക്ലിയർ ആക്കാൻ വേണ്ടി ഒന്നുകൂടെ കാര്യം പറയാം. നമ്മൾ ഡയസം, സാറിന് ഡയസം എന്താണെന്ന് അറിയോ മാഷിന്? ഡയസം എന്താണെന്ന് അറിയോ? ജബ്ബാർ മാഷിനോടാണ് ക്വസ്റ്റ്യൻ. ഡയസം എന്താണെന്ന് അറിയോ? ജബ്ബാർ നിങ്ങൾ പറഞ്ഞാ മതി. ഡയസം എന്ന് വെച്ചാല് അങ്ങനെ ഒരു മതവിശ്വാസത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദൈവവിശ്വാസമല്ല. ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെയും അതിന്റെ യുക്തിപരമായിട്ട് ഒരു ദൈവം ഉണ്ട് എന്നുള്ളതൊരു കൺക്ലൂഷനിൽ എത്തുന്നതാണ് ഡയസം എന്നുള്ളത്. അത് മതവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. മതം എന്ന് പറയുമ്പോഴത്തേക്ക് തീസം എന്നുള്ളതിലേക്കാണ് മതം എന്നുള്ള കാര്യം പറയുന്നത്. ഇവിടെ ഡയസം എന്നുള്ളത് ഒരു സൃഷ്ടാവ് നിലനിൽപ്പുണ്ട്, അത് ഈ നമ്മുടെ യുക്തി ഉപയോഗിച്ച് നമ്മൾ ഈ ഭൂമിയെ ഒബ്സർവ് ചെയ്യാൻ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഡയസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മതവും ക്രിസ്ത്യൻ ആണോ ഹിന്ദു ആണോ എന്നുള്ള ഒരു കാര്യമേ അതിനകത്ത് വരുന്നില്ല. തീസം എന്നുള്ളൊരു കാര്യമേ അതിനകത്ത് വരുന്നതേ ഇല്ല. സാറിന് വേണമെങ്കിൽ പോയിട്ട് എന്നെ ഗൂഗിൾ ചെയ്ത് പരിശോധിക്കാവുന്നതേ ഉള്ളൂ ഡയസ് എന്താണെന്നുള്ളത്. അപ്പം ആ ഒരു ലെവലിൽ നിന്നുകൊണ്ടുള്ള ഡിസ്കഷനാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ താങ്കൾ ഇസ്ലാമിലേക്ക് പോയിട്ട് കാര്യമില്ല. ആദ്യം ആ ഡയസം എന്നുള്ളത് തന്നെ ഒരു ഗോഡ് ഉണ്ട് എന്നുള്ള അടിസ്ഥാന തത്വമാണ്. അതിൽ നിന്നാണ് പിന്നെ അത് ക്രിസ്ത്യൻ കോഡാണോ ഹിന്ദു കോഡാണോ മുസ്ലിം കോഡാണോ എന്നൊക്കെയുള്ള പോകുന്നത്. അപ്പം ആ ഡയസം എന്നുള്ളതിൽ നിന്നുകൊണ്ട് താങ്കൾക്ക് അത് ഈ ഒരു ആർഗ്യുമെന്റിനെ അപ്രൂവ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ റെഫ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ജബ്ബാർ, നമുക്ക് പിന്നെ നമ്മള് 7:30 നിർത്താന്ന് വിചാരിച്ചായിരുന്നു. 8:45 കഴിഞ്ഞു, 8:50 താങ്കളോട് ചോദിക്കാനുള്ളത് കണ്ടിൻജൻസി ആർഗ്യുമെന്റ് താങ്കൾക്ക് റെഫ്യൂട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് സമയം അനുവദിക്കുന്ന ഒരു പ്രശ്നമില്ല. അതല്ലെങ്കിൽ നമുക്ക് അള്ളാഹു ഇല്ല എന്നുള്ള വാദം മാത്രമാണ്, അല്ലെങ്കിൽ അള്ളാഹു അല്ല എന്നുള്ള വാദം മാത്രമാണ് ഉള്ളതെങ്കിൽ നമുക്ക് പിന്നെന്താ പറയാ അത് അടുത്തതിലേക്ക് ചർച്ച ചെയ്യാം. ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ എല്ലാത്തിനും റെഡിയാണ്. താങ്കൾ പറഞ്ഞ പല വിഷയങ്ങളും ഉണ്ട്. താങ്കൾ ഇന്നലെ പിന്നെ ചില ലാസ്റ്റ് വാർണിംഗ് ഒക്കെ തന്നിരുന്നു. അപ്പൊ അതിനൊക്കെ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ ഇവിടെ നിങ്ങൾ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും റെഡിയാണ്, നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാനും റെഡിയാണ്. അപ്പോൾ ആ നിലക്കുള്ള ചർച്ചകൾ ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ സ്പീക്കേഴ്സ് കോർണറിലുള്ള ചർച്ചകളെല്ലാം അൺമാസ്കിംഗ് എത്തീസം എന്ന് പറയുന്ന ചാനലിൽ ഇപ്പൊ തന്നെ കഴിഞ്ഞ എല്ലാ ചർച്ചകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കേട്ട ആളുകൾക്ക് അറിയാം. അപ്പോ ഞങ്ങൾ ചോദിക്കാനുള്ളത്, നിങ്ങൾ പറയുന്ന വിഷയത്തിന് ഞങ്ങൾ റെഡിയാണ്. ഇസ്ലാമിൽ അള്ളാഹു ആണ് യഥാർത്ഥ ദൈവം എന്ന് തെളിയിക്കാൻ ഞങ്ങൾ റെഡിയാണ്. 100 വട്ടം 101 വട്ടം റെഡിയാണ്. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിരീശ്വരവാദം എന്ന് പറഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ താങ്കൾ നിരീശ്വരവാദിയാണെന്ന് തെറ്റിദ്ധരിച്ച ആളുകൾക്ക് വേണ്ടിയെങ്കിലും കണ്ടിൻജൻസി ആർഗ്യുമെന്റ് റെഫ്യൂട്ട് ചെയ്യാൻ താങ്കൾ തയ്യാറാണോ? ആണെങ്കിൽ ഇപ്പൊ നമുക്കത് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അടുത്ത ചർച്ചയിൽ താങ്കൾ തന്നെ വരണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അത് നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. അത് റെഡിയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ നിരീശ്വരവാദിയാണ്. മദ്രസയിൽ നിന്ന് പഠിച്ചതനുസരിച്ച് അള്ളാഹു ഒഴികെയുള്ള എല്ലാ ദൈവങ്ങളെയും ഞാൻ നിഷേധിക്കുന്നു, അള്ളാഹുവിനെയും ഞാൻ നിഷേധിക്കുന്നു. അത്രയും. ഓക്കെ. അപ്പൊ വളരെ കൃത്യമാണ്.
മദ്രസയിൽ നിന്ന് പഠിച്ച ഒരു പിന്നെ ബേസ് വെച്ചു. അപ്പോൾ ബാക്കി എല്ലാ ദൈവങ്ങളും നിഷേധിച്ചു. പിന്നെ അള്ളാഹുവിനെ കുറിച്ചും സംശയം തോന്നി, സിഫത്തുകളെ കുറിച്ച് സംശയം തോന്നി. അതുകൊണ്ട് മാത്രമാണ് മൂപ്പര് നിഷേധിക്കുന്നത്. അതല്ലാതെ ലോജിക്കലി ആർഗ്യുമെന്റുകൾ അദ്ദേഹം പരിശോധിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ഈ ചർച്ച ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 7:30 നിർത്താൻ വിചാരിച്ചായിരുന്നു. പിന്നെ ജബ്ബാർ വന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും അതിനെ കണ്ടിജൻസിന്റെ കൗണ്ടർ കേൾക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം കൃത്യമായി ദൈവം ഉണ്ടായേ തീരൂ എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ആയിരുന്നു ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അപ്പൊ അതിനെ അതിന് അവർക്ക് ദൈവമില്ല എന്നുള്ളതിന് തെളിവുകൾ ഉണ്ടാവും, ലോജിക് ഉണ്ടാവും, യുക്തി ഉണ്ടാവും. അതിന് അവർ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും. അതിനൊക്കെ പിന്നെ കൗണ്ടർ ചെയ്തിട്ടും ആരോഗ്യകരമായ സംവാദങ്ങൾ നടത്തിയിട്ടും നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ചിന്ത വികസിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കും എന്നൊക്കെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള നിരീശ്വരവാദി നേതാവ് തന്നെ ഇവിടെ വന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിജൻസിക്ക് ഇവർക്ക് കൗണ്ടർ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും പിന്നെ അതല്ല, ജബ്ബാർ മാഷ്ക്ക് ഇസ്ലാം വിമർശനം മാത്രമാണ് അറിയാവുന്നത്, മുസ്ലിംസ് ആയിട്ടുള്ള ജബ്ബാർ മാഷും അതുപോലെയുള്ള ആളുകൾക്കൊന്നും ഇതൊന്നും ചർച്ച ചെയ്യാൻ പറ്റൂല എന്നും ഞങ്ങളാണ് അത് സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് അത് പറയാൻ പറ്റും എന്നൊക്കെ പറയുന്ന കുറച്ച് സവർണ യുക്തിവാദികളും സവർക്കർ യുക്തിവാദികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് പറ്റുമെങ്കിൽ, ഇപ്പൊ രവീന്ദ്രനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റുമെങ്കിൽ അവരത് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവർ ചർച്ച ഇതേ ടൈറ്റിൽ തന്നെ ഇതേ ആർഗ്യുമെന്റിൽ ഞങ്ങൾ 3ാം ഭാഗത്തിനും റെഡിയാണ് എന്നുകൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അത്തരം ചർച്ചകൾ നമുക്ക് ഇനിയും തുടരാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ ഈ ഒരു ചർച്ച താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം അടുത്ത ചർച്ചയുമായി കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്കളുടെ ഒരു വാദത്തിനുള്ള ഒരു ചോദ്യമാണ് ഷാഹുല് ചോദിച്ചത്. ഞാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു ചക്കക്കുരു എങ്ങനെ വയ്ക്കണമെന്നല്ലേ ചോദിച്ചോളൂ, അതിനൊന്നും മറുപടി പറഞ്ഞൂടെ പ്ലീസ്? പോയോ? പോയിട്ടില്ല. ഷാഹുലുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തോണ്ട് മിണ്ടാതിരുന്ന